ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC നടത്തിയ 72/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1498 മെയ് മാസത്തിൽ വാസ്കോഡ് ഗാമ കോഴിക്കോടെത്തി. 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ് ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1498 മെയ് മാസത്തിൽ വാസ്കോഡ് ഗാമ കോഴിക്കോടെത്തി. 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 1502 വാസ്കോഡ് ഗാമ രണ്ടാം തവണ കേരളത്തിലെത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഡച്ചുകാർ. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹോർത്തൂസ് മലബാറിക്സ്, ഹെൻറി വാൻഡ്രീഡ്. മാമാങ്കം കിളിപ്പാട്ട്, കാടാഞ്ചേരി നമ്പൂതിരി. പെരുമാൾ തിരുമൊഴി, കുലശേഖര ആഴ്വാർ. തുഖ്ഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്സ്, ഹെൻറി വാൻഡ്രീഡ്, മാമാങ്കം കിളിപ്പാട്ട്, കാടഞ്ചേരി നമ്പൂതിരി, പെരുമാൾ തിരുമൊഴി, കുലശേഖര ആഴ്വാർ, തുഖ്ഫത്തുൽ മുജാഹിദീൻ, ഷെയ്ഖ് സൈനുദ്ദീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ഉം 3ഉം പ്രസ്താവനയാണ് ശരി. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. മൂന്നാമത്തെ KR ഗൗരി ആയിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിൽ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. മേൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ. മേൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബർ ആണ്. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ പറയുന്ന സംഭവങ്ങൾ അവ നടന്ന കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഫസ്റ്റ് വരുന്നത് ബംഗാൾ വിഭജനം, NS റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്ട്. ബംഗാൾ വിഭജനം, റൗലറ്റ് ആക്ട്, നെഹ്റു റിപ്പോർട്ട്, ഗാന്ധി ഇർവിൻ പാക്ട്. 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. 20 പരിപാടി കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാമ്പ് നിയമം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഫ്രഞ്ച് വിപ്ലവം. ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി, റഷ്യൻ വിപ്ലവം. അപ്പോൾ സ്റ്റാമ്പ് നിയമം അമേരിക്കൻ വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, ബിൽ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി, റഷ്യൻ വിപ്ലവം. താഴെ പറയുന്ന നേതാക്കളിൽ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലുമാണ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നത്? നദികളുടെ നിക്ഷേപം മൂലമാണ് പ്രധാനമായും ഡെൽറ്റ രൂപപ്പെടുന്നത്. ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള എന്തിനെ പ്രതിനിധീകരിക്കുന്നു? തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസം. തുടർച്ചയായ കോണ്ടൂർ രേഖകൾക്കിടയിലുള്ള ഉയരത്തിലെ ലംബ വ്യത്യാസമാണ് ഒരു ടോപ്പോഗ്രാഫിക് മാപ്പിലെ കോണ്ടൂർ ഇടവേള പ്രതിനിധീകരിക്കുന്നത്.
ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുള്ള് വനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അർദ്ധ വരണ്ട പ്രദേശങ്ങൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. കേരളത്തിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് തരം വനം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പേരുകേട്ടതാണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത്? നീലഗിരി മലനിരകളും നെല്ലിയാമ്പതി മലനിരകളും. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാതെ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിക്കുന്നു. വരുമാന വിതരണത്തിൽ പുരോഗതിയില്ലാത്ത പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് വരുമാന അസമത്വം വർദ്ധിക്കുന്നു. ക്യാഷ് റിസർവ് അനുപാതം CRR ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ. ക്യാഷ് റിസർവ് അനുപാതം കുറയ്ക്കാനുള്ള RBIയുടെ തീരുമാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ദ്രവ്യത വർദ്ധിപ്പിക്കൽ. GDPയിലും ധനകമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. GDPയിലും ധനകമ്മിയിലും ഒരേ സമയം ഉണ്ടാകുന്ന വർധനവ് സൂചിപ്പിക്കുന്നത് സർക്കാർ വിപുലീകരണ ധനനയം പിന്തുടരുന്നു. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? HDI. സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോലാണ് HDI. വാദം A. നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ആൻസർ വരുന്നത് A ശരിയാണ്, പക്ഷേ R തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാദം A ശരിയാണ്. നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷനാണ് ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? 4 മാത്രം മൗലിക കടമകൾ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉൾപ്പെടുന്നത് പഠിക്കാം. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമയിൽ പെടുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം എന്നിവ വികസിപ്പിക്കുക. ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ഭാഗം 20. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? 52-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? 52-ാം ഭേദഗതി. താഴെ പറയുന്ന ഏത് സുപ്രധാന വിധി ന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഗോലഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. അപ്പോൾ ഏത് സുപ്രധാന വിധിന്യായത്തിലാണ് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഗോലഖ്നാഥും മറ്റുള്ളവരും വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967 എന്ന കേസിലാണ് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40. 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആർട്ടിക്കിൾ 40. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? വർത്തമാന പുസ്തകം. ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം എന്നറിയപ്പെടുന്ന കൃതിയാണ് വർത്തമാന പുസ്തകം. ദ്വിതീയാക്ഷര പ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതി ഏതാണ്? മേഘദൂതം. ദ്വിതീയാക്ഷര പ്രാസം നിശേഷം ഉപേക്ഷിച്ചുകൊണ്ട് 1895 AR രാജരാജവർമ്മ പ്രസിദ്ധീകരിച്ച പരിഭാഷാ കൃതിയാണ് മേഘദൂതം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഗജേന്ദ്രമോക്ഷം. കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം എന്താണ്? ഗജേന്ദ്രമോക്ഷം. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി വള്ളത്തോൾ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവിയാണ് വള്ളത്തോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ഓടക്കുഴൽ. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പിന്റെയാണ് ഓടക്കുഴൽ. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. കയർ തകഴി. കയർ തകഴിയുടെയാണ് കയർ. അപ്പൊ ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്. രണ്ടാമൂഴം MT വാസുദേവൻ നായർ. ഒരു ദേശത്തിന്റെ കഥ SK പൊറ്റക്കാട്. കയർ തകഴി. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേര് തിരിച്ചറിയുക. രാജ്യ സമാചാരം. 1847 ജൂൺ മാസത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം പിറവിയെടുത്തത്. പത്രത്തിന്റെ പേരാണ് രാജ്യ സമാചാരം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകം എന്നറിയപ്പെടുന്ന ചവിട്ടുനാടകമാണ് കാറൽമാൻസ് ചരിത്രം. കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ചവിട്ടുനാടകമാണ് കാറൽമാൻസ് ചരിത്രം. ബോഗി എന്ന പദം ഏത് കായിക ഇനവുമായി ഉപയോഗിക്കുന്നു? ഗോൾഫിന്റെ ആണ്. ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ഗോൾഫ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? എബ്രഹാം റീഡ്. ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകനാണ് എബ്രഹാം റീഡ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ലോസ് ഏഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ലോസ് ഏഞ്ചൽസ്. CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? കാഷ് മെമ്മറി. CPU-നോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയ മെമ്മറിയുമുള്ള ഘടകമാണ് കാഷ് മെമ്മറി. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സ്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യൽ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യൽ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 67. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 67. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷനിൽ വരുന്നതും എല്ലാതും വരുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ആണ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം
കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് 1987 ഒപ്പിട്ടത്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ഒപ്പിട്ടു. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ജൈവ വൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ ആണ് 3ഉം 4ഉം. നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും. നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ ആണ് നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും. നാഷണൽ പാർക്കുകളും സാങ്ച്വറികളും. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക്കും മൈക്രോ പ്ലാസ്റ്റിക്കുമാണ്. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസും നൈട്രജനും. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസും നൈട്രജനും. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.